അസ്സലാമലൈക്കും. ഇപ്പം നല്ലൊരു മാങ്ങക്കാലമൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊരു മാങ്ങച്ചാർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച മാങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിക്കിൾ പൗഡർ, നല്ലെണ്ണ, വിനീഗർ, ഉലുവയും കടുകും നല്ല ജീരകവും വറുത്തത്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3 കുപ്പി നല്ലെണ്ണയാണ് എടുത്തത്. എണ്ണ ചൂടായി വന്നതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില, വറ്റൽമുളക് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കാം. എന്നിട്ട് അതിലോട്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു പാക്കറ്റ് പിക്കിൾ പൗഡർ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ അജ്മീൻ്റെ പിക്കിൾ പൗഡറാണ് എടുത്തത്. മസാലയെല്ലാം വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച മാങ്ങ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം മാങ്ങയിൽ പിടിച്ച ശേഷം കല്ലുപ്പിട്ട് നമ്മൾ മാറ്റി വെച്ച കടുക്, ഉലുവ എല്ലാം പൊടിച്ചതും ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കുറച്ച് കായും ചേർത്തിട്ട് ഇളക്കാം. അത് പിന്നെ മാറ്റി വെച്ച ശേഷം വീണ്ടും ഒരു പാക്കറ്റ് പിക്കിൾ പൗഡർ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിന് വിനീഗർ ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ടും വീണ്ടും വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.